ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊരു ചെറുപയർ കറി, പുട്ടിനോട് ചെറുപയർ കറി ഉണ്ടാക്കാം. ഇത് നമ്മൾ ആദ്യം 2 കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിർത്തി വെച്ചത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചേക്കുന്നത്. നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക്, വെളുത്തുള്ളി ഒരു 5-6 ഇല്ലി, പിന്നെ കറിവേപ്പില ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചതയ്ക്കാം. വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ചതച്ച് ഇടാം. നമ്മളിപ്പം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3/4 വെന്തിട്ടുണ്ട് ഇപ്പോൾ ചെറുപയർ, അതിലേക്ക് ചേർക്കാം. നമ്മളിത് ചെറുപയറിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെക്കാം. മുഴുവനായിട്ട് വേവാനായിട്ട് അടച്ചു വെക്കാം. ഇതിൽ വേറെ പ്രത്യേകിച്ച് മസാല കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കാറില്ല. വളരെ പ്രകൃതിയാലുള്ള രീതിയിൽ മാത്രമാണ് ഈ ചെറുപയർ ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും മാത്രം ചേർത്ത്, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടാണ് ഈ ചെറുപയർ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു 5-6 ചുവന്നുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളത് ചേർത്താൽ മതി. ഇത് നമ്മൾ ചീനച്ചട്ടിയിൽ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് തന്നെ ഇട്ട് ചേർത്ത് നമുക്ക് വേവിക്കാം. കടുക് മുളകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് പൊട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ചെറുപയറിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചെറുപയറിലേക്ക് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിനായിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ടുള്ള ചെറുപയർ റെഡി ആയിട്ടുണ്ട്.